ഹലോ, ഡോക്ടർ മിനി PG, സ്പെഷ്യലിസ്റ്റ് ഗൈനക്കോളജിസ്റ്റ്, അൽറുക്കൻ മെഡിക്കൽ സെൻറ്റർ, അജ്മാൻ. വജൈനൽ ഡിസ്ചാർജ് പല സ്ത്രീകളുടെയും ഒരു പ്രോബ്ലമാണ്. ഈ നോർമലി വജൈനയിൽ നിന്നും ഡിസ്ചാർജ് ഉണ്ടാകാറുണ്ട്. അത് കളർ ഉണ്ടാവില്ല, സ്മെല്ല് ഉണ്ടാവില്ല, ഒരു വാട്ടറി ഡിസ്ചാർജ് ആയിട്ടാണ് ഉണ്ടാവുന്നത്. അത് വജൈനൽ ഗ്ലാൻഡിലെയും സെർവൈക്കൽ ഗ്ലാൻഡിലെയും സെക്രീഷൻസും പിന്നെ ഡെഡ് സെൽസും എല്ലാം കൂടെ കൂടിയിട്ട് വരുന്ന ഡിസ്ചാർജാണ്. ഈ ഡിസ്ചാർജിന് കളർ ചേഞ്ച്, ഒരു ഗ്രീനിഷ് കളറ് അല്ലെങ്കിൽ ഈ കേടിൻ്റെ പോലത്തെ കളർ, തൈരിൻ്റെ പോലത്തെ കളറ്, അല്ലെങ്കിൽ ബ്ലഡ് സ്റ്റെയിൻഡ് കളറ്, ഒരു ചീത്ത സ്മെല്ല് വരിക, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, കൂടെ ഈ ഇച്ചിങ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത് ഒരു പാത്തോളജിക്കൽ ഡിസ്ചാർജായിട്ട് കണക്കാക്കേണ്ടതുണ്ട്. ഈ ഡിസ്ചാർജ് കൂടുതൽ വരുന്നത്, ഈ പാത്തോളജിക്കലായിട്ടുള്ള ഡിസ്ചാർജ് വരുന്നതിന് കാരണങ്ങളെന്ന് എടുത്താൽ, ഡയബറ്റീസ് ഉള്ളവർക്ക് ഇത് വരാം. കൂടുതൽ ടൈം പ്രൊലോങ്ഡ് ആൻറ്റിബയോട്ടിക് യൂസ് വരുമ്പോഴും ചിലർക്ക് ഡിസ്ചാർജ് വരാറുണ്ട്. പിന്നെ സ്റ്റിറോയിഡ് ഗുളികകൾ കഴിക്കുന്ന ആൾക്കാർക്ക് ഡിസ്ചാർജ് വരാറുണ്ട്. പിന്നെ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കും അങ്ങനത്തെ പ്രശ്നങ്ങളുള്ളവർക്കും ഈ ഡിസ്ചാർജ് കൂടുതൽ വരാറുണ്ട്. ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് എടുക്കുന്നവർക്ക് പ്രഗ്നൻസിയിൽ എല്ലാം ഈ ഡിസ്ചാർജ് കൂടുതൽ വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെ അബ്നോർമലായിട്ടുള്ള ഡിസ്ചാർജ് ആണെങ്കിൽ അതിനെ നമ്മൾ കുറച്ച് ഗുരുതരമായി കാണേണ്ടതുണ്ട്. ഈസ്റ്റ് ഇൻഫെക്ഷൻ കൊണ്ട്, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, പിന്നെ ട്രക്കോമോണിയൽ ഇൻഫെക്ഷൻ, ഗോണോകോക്കൽ ഇൻഫെക്ഷൻ, ഹെർപ്പിസ് ജെനിറ്റാലിസ്, ഇതൊക്കെയാണ് കൂടുതലായിട്ടും വജൈനൽ ഡിസ്ചാർജിന് കാരണമാകുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടുള്ള ഡിസ്ചാർജാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്താൽ ഇത് പൂർണ്ണമായിട്ടും മാറാവുന്നതേ ഉള്ളൂ. പിന്നെ നമ്മൾ എപ്പോഴും ഒരു പ്രോപ്പർ വജൈനൽ ഹൈജീൻ വേണം. എപ്പോഴും വാഷ് ചെയ്തുകൊണ്ട് നല്ല ഹെവി ആയിട്ടുള്ള സോപ്പൊക്കെ ഇട്ടിട്ട് എപ്പോഴും കഴുകിയാൽ ഈ പ്രൊട്ടക്റ്റീവായിട്ടുള്ള ബാക്ടീരിയകൾ നശിച്ചു പോവുകയും അങ്ങനെ ഇൻഫെക്ഷൻ കൂടുതലും വരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഒരു മൈൽഡ് സോപ്പ് വെച്ചിട്ട് അല്ലെങ്കിൽ വജൈനൽ വാഷ് വെച്ചിട്ട് ഒരു പ്രാവശ്യം കഴുകിയാൽ മതി ദിവസത്തിൽ. പിന്നെ ബാക്കിയുള്ള സമയത്ത് യൂറിൻ പാസ് ചെയ്യുമ്പോഴൊക്കെ വെറുതെ വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകിയാൽ മതി. പിന്നെ എപ്പോഴും വജൈനൽ ഏരിയ വാഷ് ചെയ്യുമ്പോൾ ഫ്രണ്ടിൽ നിന്നും ബാക്കിലേക്ക് വേണം വാഷ് ചെയ്യാൻ. അല്ലെങ്കിൽ ഈ ഏനൽ ഏരിയയിലുള്ള ബാക്ടീരിയകൾ കണ്ടാമിനേഷനായിട്ട് വജൈനയിലേക്ക് കയറാനും അങ്ങനെ ഇൻഫെക്ഷൻ വരാനും സാധ്യതയുണ്ട്. അതേപോലെ പ്രോപ്പർ സെക്ഷൽ ഹൈജീനും മെയിൻറ്റെയിൻ ചെയ്താൽ ഈ വജൈനൽ ഇൻഫെക്ഷൻസ് റെക്കറൻ്റ് ആയിട്ട് വരുന്നത് തടയാൻ പറ്റും. ഡയബറ്റീസ് ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യുകയും വേണം. ഈ പത്തോളജിക്കലായിട്ടുള്ള ഡിസ്ചാർജ് വരികയാണെങ്കിൽ അത് കുറച്ച് നമ്മൾ ഗൗരവമായിട്ട് കണ്ടിട്ട് അതിൻ്റെ കാരണം മനസ്സിലാക്കി ഡോക്ടറെ കാണിച്ച് കാരണം മനസ്സിലാക്കി അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്. ചിലപ്പോൾ ഈ ബ്ലഡ് സ്റ്റെയിൻഡ് ഡിസ്ചാർജാണ് വരുന്നതുണ്ടെങ്കിൽ സെർവിക്സിലെ ചില ഇറോഷൻ എന്ന് പറയുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ വരാം. ഈ സർവൈക്കൽ പോളിപ്പ്, എൻഡോമെട്രിയൽ പോളിപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ ബ്ലഡ് സ്റ്റെയിൻഡ് ഡിസ്ചാർജ് വരാൻ സാധ്യതയുണ്ട്. റെയർ കേസസിൽ സർവൈക്കൽ ക്യാൻസർ ഉള്ളവർക്കും ഫൗൾ സ്മെല്ലിംഗ് ഡിസ്ചാർജ് വരാനുള്ള, ബ്ലഡ് സ്റ്റെയിൻഡ് ഫൗൾ സ്മെല്ലിംഗ് ഡിസ്ചാർജ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കേണ്ടത് ആവശ്യമാണ്.